ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറുടെ പോലെ തങ്കലിപികളാൽ എഴുതപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു സുനിൽ ഗവാസ്കർ. വിരമിച്ചിട്ട് ഏതാണ്ട് 38 വർഷം കഴിഞ്ഞിട്ടും ഒരു കമന്റേറ്റർ എന്ന നിലയിൽ ഇന്നും ക്രിക്കറ്റിൽ സജീവ സാന്നിധ്യം അറിയിക്കുന്ന ഒരാളാണ് സുനിൽ മനോഹർ ഗവാസ്കർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 34 സെഞ്ചുറികൾ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 10,000 റൺസ് തികച്ച ബാറ്റ്സ്മാൻ. വളരെയധികം അതിശയിപ്പിക്കുന്ന നേട്ടങ്ങൾ സുനിൽ ഗവാസ്കറുടെ ക്രിക്കറ്റ് കരിയറിൽ ഉണ്ടായിരുന്നെങ്കിലും അതിശയിപ്പിക്കുന്ന ഒരു പോരായ്മയും സുനിൽ ഗവാസ്കറുടെ ക്രിക്കറ്റ് കരിയറിൽ ഉണ്ടായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഈ പുലിക്ക് ഏകദിന മാച്ചുകളിൽ ഒരു സെഞ്ചുറി പോലും ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു പോരായ്മയായിരുന്നു. എന്നാൽ 1987 റിലയൻസ് ലോകകപ്പ് മാച്ചിൽ ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരത്തിൽ 103 നോട്ട് ഔട്ട് ആയിക്കൊണ്ട് തൻ്റെ ഏകദിന കരിയറിലെ കളങ്കം സുനിൽ ഗവാസ്കർ മാറ്റിക്കുറിച്ചു. ആ മത്സരത്തിൽ 88 ബോളിലാണ് ഗവാസ്കർ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഗവാസ്കറുടെ ഇന്നിംഗ്സിൽ 13 ബൗണ്ടറികളും 4 സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. സണ്ണി എന്നും ലിറ്റിൽ മാസ്റ്റർ എന്നും വിളിപ്പേരുള്ള സുനിൽ ഗവാസ്കർക്ക് എന്നും പക്ഷങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ കളിക്കുമ്പോൾ എന്നും അദ്ദേഹം ഇന്ത്യയുടെ പക്ഷത്തായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ കളിക്കുമ്പോൾ അദ്ദേഹം എന്നും മുംബൈക്കാരനായിരുന്നു. 1971 ക്രിക്കറ്റ് കരിയർ ആരംഭിച്ച സുനിൽ ഗവാസ്കർ 1987 ലോകകപ്പോടുകൂടി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. എന്നാൽ കമന്റേറ്റർ എന്ന നിലയിൽ ഇന്നും സജീവ സാന്നിധ്യം അറിയിക്കുന്ന സുനിൽ ഗവാസ്കർ പുതുതലമുറയ്ക്കും ഫെമിലിയറായ ഒരു മുൻ ക്രിക്കറ്റ് താരമാണ്. സഞ്ജു സാംസന്റെ വിമർശകനായിരുന്ന സുനിൽ ഗവാസ്കർക്ക് ഇപ്പോൾ സഞ്ജുവിനോടൊരു സോഫ്റ്റ് കോർണർ ഉള്ളതായി തോന്നുന്നു.